ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എനിക്ക് സുഖമില്ല, അതാണ് എൻ്റെ സൗണ്ടെല്ലാം കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. ജലദോഷമാണ്, അങ്ങനെ ആവി പിടിക്കുന്നതാണുള്ളത്. ഉമ്മ അപ്പുറത്തെ പുരയിലുള്ളവരോട് ബിസിയാക്കുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ വിളിച്ചിട്ടുണ്ടായിന്, അങ്ങനെ ചിക്കനെല്ലാം കൊണ്ടുവന്ന് നമ്മൊരു സിമ്പിളായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. റാത്തീബായിട്ട് പള്ളിയിൽ പത്തലെടുക്കണം, അങ്ങനെ ഉമ്മ പത്തലിടുന്നതാണുള്ളത്. ഉമ്മ പത്തല് ചുട്ടുകൊണ്ടുണ്ട്. ഇവിടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മസാലയുടെ റെഡിയായി. നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. ഇന്ന് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോന് വരുന്നുണ്ട്. ഒരു ഗൾഫിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ഇന്ന് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം റെഡിയായി. ഉമ്മ പള്ളിയിൽ പത്തൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കുന്നതാണുള്ളത്. നമ്മൾ ഒരു 40 പത്തലാണ് പള്ളിയിൽ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഉമ്മ പള്ളിയിൽ കൊണ്ടുകൊടുക്കാൻ പോകുന്നതാണുള്ളത്. അങ്ങനെ പള്ളിയിൽ പത്തലെല്ലാം കൊടുത്തിട്ട് അതിന് നമ്മൾ ചോറിക്കുന്നതാണുള്ളത്. ബീഫ് കറി, ബിരിയാണി, പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയ പത്തൽ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് ഫോൺ കൊടുത്തയച്ചിട്ടുണ്ടായിന്. അങ്ങനെ അത് അളാമാൻ്റെ മോന് വരുമ്പോൾ അത് കൊണ്ടുവന്നത്. അങ്ങനെ എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വന്ന് ഹസ്ബൻഡ് അത് കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉമ്മാൻ്റെ അനിയത്തി, ഇതാണ് അനിയത്തിൻ്റെ മോന്. മൂക്കടഞ്ഞിട്ട് സംസാരിക്കാനേ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ അവർ പോകുന്നുള്ളതാണ്. അവരെ പുര പള്ളിക്കരയാണ്. അങ്ങനെ അവർ പോയി. അങ്ങനെ നമുക്ക് രാത്രി ഒരു ഫങ്ഷൻ ഉണ്ട് നമ്മളപ്പുറത്തെ പുരയിൽ. അങ്ങനെ അവിടെ പോയിട്ടുള്ളതാണ്. അവിടുന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.